Hello guys, I am Advij and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് ഓഫ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് ടീമിൻ്റെ ഒരു പുതിയ മാറൽ വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഡെഡ്പൂൾ ആൻഡ് വുൾവറീൻ റിലീസ് ആയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനും അമിത് ബ്രോയും നോക്കാൻ പോകുന്നത് ഡെഡ്പൂൾ ആൻഡ് വുൾവറീൻ്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പടം എന്ന് പറയുന്നത് മാർവൽ ഫാൻസിന് ഉപരി ഏതൊരു സൂപ്പർ ഹീറോ ഫാൻസിനല്ലേ, ഒരു കോമിക് ബുക്ക് ഇഷ്ടപ്പെടുന്ന എന്താ പറയാ പോപ്പ് കൾച്ചർ എന്തൂസിയാസ്റ്റുകൾക്ക് പോലും ഈ ഒരു പടം എന്താ പറയാ ഒരു ട്രീറ്റ് ആണ് അല്ലേ. പിന്നെ ടൺസ് ഓഫ് ക്യാമിയോസ് ഉണ്ട്, അതിലോട്ടൊന്നും നമ്മൾ പോകണില്ല കാരണം ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ട്. എന്താ പറഞ്ഞ ഈ മൂവിയുടെ ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ. സ്ക്രീൻ പ്ലേ റെയർസും ഗ്രാഫിക്സ് നല്ലതാണെങ്കിൽ സ്റ്റോറി നല്ലതായിരിക്കില്ല, സ്റ്റോറി നല്ലതാണെങ്കിൽ അതൊക്കെ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ റയർസ് നല്ലൊരു പുള്ളി ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് ഈസ്റ്റർ എഗ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കഥയിലെ രണ്ടു മണിക്കൂർ ഒരു ലാഗ് തോന്നാതെയാണ് ഞാൻ കണ്ടത്. ഞാൻ നാളെയും പോകുന്നുണ്ട്. നാളെ ഞാൻ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോയും പോകുന്നുണ്ട്. ബ്രോ ഇത് കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വന്നതാണ്. അപ്പം എന്താ പറയാ ഈ കഥ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇത്. പിന്നെ അത് മാത്രല്ല ഒരുപാട് ക്യാമിയോസ് ഉണ്ടല്ലേ. ഡിസപ്പോയിന്റ് നല്ലൊരു എന്താ പറയാ ആ ക്യാമിയോസിന്റെ ആവശ്യം ആ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല VFX ഗ്രാഫിക്സ് ഒരുപാട് വയലൻസ് ഉണ്ട്. അതിന്റെ ബ്ലഡ് പോകുന്നതാണെങ്കിലും നല്ല CG അടിപൊളിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല മ്യൂസിക് ലാസ്റ്റ് ഒരു സീൻ ഉണ്ട്, ലൈക്ക് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട ഷോട്ട്, മറ്റേ ഡെഡ്പൂളും വുൾവറീൻ മറ്റേ കൈ ഇല്ലാതെ ഹാഫ് ഇതിൽ വന്ന് ആ സംഭവത്തിൽ ഒരു കിള്ള പാട്ടൊക്കെ ഉണ്ട്. അത് അടിപൊളിയായിട്ട് ആ സോങ്ങിന്റെ പ്ലേസ്മെന്റ്. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് എന്റെ ഡയറക്ടർ തന്നെയാണ്. ഡയറക്ടർ ഷോൺ ലെവി എന്ന് പറഞ്ഞ ഒരാളാണ്. മറ്റേ നൈറ്റ് അറ്റ് ദ മ്യൂസിയം ചെയ്തിട്ടില്ലേ, ആ ആളാണ് എന്റെ ഡയറക്ടർ. അപ്പം ആ പടം പുള്ളി നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതും ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ജോണർ തന്നെ മാറുന്നുണ്ട്. അപ്പൊ എന്താ പറയാ ഈ ഒരു സിനിമയിലെ ഒരു ഗ്രാഫ് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ്. ഫസ്റ്റ് ഹാഫ് 15 മിനിറ്റ് എനിക്ക് മനസ്സിലായി പടം പൊളിയാണെന്ന്. പിന്നെ അങ്ങോട്ടൊരു കയറ്റായിരുന്നു. പിന്നെ മാർവൽ സ്റ്റുഡിയോസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, മറ്റേ ഡെഡ്പൂളിനൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ടായത്. ഒരു മാർവൽ ഫാൻ അല്ലെങ്കിൽ എന്താ പറയാ സൂപ്പർ ഹീറോ ഫാൻ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. പിന്നെ ആർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലെന്ന് ചോദിച്ചാൽ ഈ ബ്ലഡ് ഷെഡ് ഇഷ്ടപ്പെടാത്തൊരു ഇത് കാണാൻ പറ്റില്ല അല്ലെ. അതുപോലെ കുറെ 18+ ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട് ഇതില്. ഡയലോഗ്സ് റെഫറൻസ് വരും. 18+ ആയിട്ടുള്ളവര് മാത്രം കാണാൻ. പിന്നെ ഒരു ഡെഡ്പൂൾ ടൈപ്പ് ഓഫ് കോമഡി ഉണ്ടല്ലോ. ഇതൊരു മൂവി ആണെന്നതിലുപരി ഒരു ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. റിയൽ ലൈഫിലുള്ള കുറെ കാര്യങ്ങൾ അത് അടിപൊളിയാണ്. കാരണം ഫോക്സിന്റെ റെഫറൻസ് ഇത് എനിക്ക് തോന്നിയത് ലൈക്ക് ഇത് തോന്നിയതല്ല, ശരിക്കും ഫോക്സ് യൂണിവേഴ്സ് ഓഫ് മാർവൽ ക്യാരക്ടേഴ്സിന്റെ ആ 20th സെഞ്ച്വറി ഫോക്സിന്റെ എക്സ്മെൻ യൂണിവേഴ്സിനോടുള്ള ഒരു പ്രോപ്പർ ട്രിബ്യൂട്ട് തന്നെയാണ് ഈ പടം. അങ്ങനെയാണ് അവര് ഈ സിനിമ എടുത്തിരിക്കുന്നത്. മാത്രമല്ല നമ്മളുടെ വോൾവറിൻ ഉണ്ടല്ലോ, ജാക്ക്മാൻ ഈ പ്രായത്തിൽ അതിനു വേണ്ടി 60 വയസ്സുണ്ട്. ബോഡി ആക്ടിങ് തന്നെ പണ്ടേ പൊളിയാണല്ലോ. എന്തായാലും ഒരു 1.5 പടം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളുടെ എൻഡ് ഗെയിമിനും ഹോമിനും ശേഷം ഇത്ര ഇഷ്ടപ്പെട്ട പടം മാർവലിന് അറിയില്ല. എൻഡ് ഗെയിമിന് ശേഷം ഇറങ്ങിയ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കോമിക് ബുക്ക് മൂവിയാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ ലൈക്ക് ഇതൊരു അടിപൊളി പടം തന്നെയാണ്.
അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളെ റിവ്യൂ. സ്പോയിലർ ഫ്രീ ആയിട്ട് ഇത്ര പറയാൻ പറ്റും. സ്പോയിലർ ഫ്രീ ഇത്രയാണ്. ഞാൻ എന്താ പറയാ പോസ്റ്റ് സീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്, ഒരു സ്പോയിലർ റിവ്യൂ ചെയ്യാനും പ്ലാൻ ഉണ്ട്. സോ എന്തൊക്കെയായാലും അമിത് ബ്രോ എന്ന് നമ്മളോട് വന്നിട്ടുണ്ട്. താങ്ക് യു അമിത് ബ്രോ. പിന്നെ സോ എത്രയൊക്കെയാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു പുതിയ മാർഗമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാകും. അത് നിങ്ങൾക്ക് സൂപ്പർ ഹീറോസ്.